ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇംഗ്ലീഷിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുതിയൊരു ഭാഗം നോക്കുകയാണ്. ഇന്ന് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. 21ാമത്തെ ചാപ്റ്ററാണ് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അതിനു മുന്നേ അവിടെ നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അവിടെ തന്നിട്ടുണ്ട്. ഒന്ന് നോക്കൂ. തിങ്ക് അബൌട്ട് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബിഫോർ യു റീഡ് ദിസ് ലെസൺ. പാഠത്തിന് മുന്നേ നമുക്ക് തന്നിട്ടുള്ള ചോദ്യങ്ങളെ പറ്റിയിട്ട് കുറച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് വിവരങ്ങൾ. വൈ ഡു വി നീഡ് എഡ്യൂക്കേഷൻ? എന്തിനാണ് എഡ്യൂക്കേഷൻ? വാട്ട് കോസസ് സ്ട്രെസ്? എന്തൊക്കെ കാരണങ്ങളാണ് സ്ട്രെസ്സിനുള്ളത്? ഹൗ ഡസ് വൺ മാനേജ് ടൈം സോ ദാറ്റ് വൺ ക്യാൻ ഡു ദ റൈറ്റ് തിങ്സ് അറ്റ് ദ റൈറ്റ് ടൈം? ഒരാൾക്ക് സമയത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് അവിടെ തന്നിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്ഷൻ 1 നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്, സ്ട്രെസ്സിലേക്ക് ഒരാളെ നയിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലൂടെ പറഞ്ഞു തരുന്നത്. സെക്ഷൻ 1 നോക്കൂ. നൗ റീഡ് ദ ലെസൺ ആൻഡ് സീ ഇഫ് യുവർ വ്യൂസ് മാച്ച് വിത്ത് ദ ഓതേഴ്സ്. ഫസ്റ്റ്, why do we need education? What is its purpose? Education is commonly understood by people means acquiring certain knowledge and skills in order to earn their living. സാധാരണ നമ്മൾ ആളുകളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി ചില അറിവുകൾ, കഴിവുകൾ നേടുക എന്നതാണ്. ബട്ട് ദാറ്റ് ഈസ് ഓൺലി വൺ പേർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ. പക്ഷേ അങ്ങനെ ഒരു ലക്ഷ്യം മാത്രമാണ് വിദ്യാഭ്യാസത്തിനുള്ളത്. That is only one purpose of education. You may ask why. അങ്ങനെ ഒരു ലക്ഷ്യം മാത്രമാണോ എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. This is because humans are much more than just wage earning machines. കാരണം മനുഷ്യൻ വെറും യന്ത്രങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ മികച്ച ഒന്നാണ്. They are endowed with emotions and feelings which enrich their life. അവരവരുടെ ജീവിതത്തിലെ ഫീലിങ്സുകളും ഇമോഷൻസുകളും ഒക്കെ എൻറിച്ച് ചെയ്തുകൊണ്ട് ജീവിതം സമ്പന്നമാക്കുകയാണ് ചെയ്യുന്നത്. These emotions and feelings need to develop so that they can develop into social beings, able to interact with the fellow beings who are also members of that society of which they are a part. അതുമാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, അങ്ങനെ നമ്മളെ ഫീലിങ്സുകൾ, വികാരങ്ങൾ അല്ലേ, അതുപോലെ ഇമോഷൻസുകൾ, ഇതൊക്കെ വികസിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ നമ്മുടെ സമൂഹത്തിലെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട്, അതല്ലെങ്കിൽ എന്താണ്, ഒരു സാമൂഹിക ജീവിയായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മുടെ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളെയും നമ്മുടെ കൂടെയുള്ള ഒരു സഹജീവികളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. The process of socialization starts right from childhood, and it is the purpose of education to facilitate the socialization and produce responsible and committed citizens who would be able to contribute to the progress of the community. പിന്നെന്താ പറയുന്നത്, ഈ സോഷ്യലൈസേഷൻ, സാമൂഹികവൽക്കരണം, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം മുതൽ തന്നെയാണ്. അതിൻ്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, എഡ്യൂക്കേഷൻ ടു ഫെസിലിറ്റേറ്റ് ദിസ് സോഷ്യലൈസേഷൻ ആൻഡ് പ്രൊഡ്യൂസ് റെസ്പോൺസിബിൾ ആൻഡ് കമ്മിറ്റഡ് സിറ്റിസൻസ് who would be able to contribute to the progress of the community. നമ്മുടെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയൊക്കെ പുരോഗതിക്ക് സംഭാവന നൽകാൻ കഴിയുന്ന ഉത്തരവാദിത്വമുള്ള അല്ലെങ്കിൽ പൗരബോധമുള്ള പ്രതിബദ്ധതയുള്ള പൗരന്മാരെ സൃഷ്ടിക്കുന്നത് നമ്മുടെ ഈ എഡ്യൂക്കേഷൻ ലഭ്യമാകുന്നതിലൂടെ തന്നെയാണ്. അതിനൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ കാരണമാകുന്നുണ്ട്. Then next പറയുന്നത് നോക്കൂ. A country with such citizens becomes a great nation, well able to hold its head high in the community of nations. It is thus that education serves a loftier purpose than being a mere means of earning one's living to lead a prosperous material life. നമ്മളങ്ങനെ വിദ്യാഭ്യാസം നേടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യം എന്ത് ചെയ്യാണ്, ഒരു മഹത്തായ രാഷ്ട്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യും, നല്ല തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് നിൽക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം നമ്മുടെ ഭൗതിക ജീവിതം എന്ത് ചെയ്യാണ്, ഒന്നുകൂടി ഉയർത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ എന്ത് ചെയ്യാണ്, നല്ല ഉയർന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു ഉപജീവന മാർഗം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കുന്നുണ്ട്. Education serves another important purpose by shaping one's personality.
എഡ്യൂക്കേഷൻ്റെ മറ്റൊരു പേർപ്പസ് എന്ന് പറയുന്നത് ഷേപ്പിംഗ് വൺസ് പേഴ്സണാലിറ്റി എന്നാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണേ, ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ അല്ലേ എഡ്യൂക്കേഷൻ പങ്കുവഹിക്കുന്നുണ്ട്. സോ ദാറ്റ് വൺ ഈസ് ഏബിൾ ടു ഫേസ് ചലഞ്ചസ് ഓഫ് ലൈഫ്. അതുമാത്രമല്ല, ഒരാൾക്ക് അയാളുടെ ജീവിതത്തിലെ ചലഞ്ചസുകളെ, വെല്ലുവിളികളെ നേരിടാൻ അയാളെ ഏബിൾ ആക്കുകയും ചെയ്യുകയാണ്, പ്രാപ്തനാക്കുകയും ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസം. This is possible by promoting a sense of cooperation and coexistence, a feeling of love and brotherhood, and an attitude of caring and sharing. നമ്മൾ എന്ത് ചെയ്യാണ്, എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിലൂടെ സഹകരണവും സഹവർത്തിത്വവും അല്ലെങ്കിൽ സ്നേഹവും സാഹോദര്യവും പിന്നെയോ കരുതലും അല്ലേ കെയറിങ് ഷെയറിങ്, ഇതെല്ലാം ഈ മനോഭാവങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാണ് വരികയാണ്. അതെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ എന്ത് ചെയ്യാണ്, നമുക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിലൂടെ ഇതെല്ലാം നമുക്ക് നമ്മളിൽ എന്ത് ചെയ്യാണ് ഒന്നുകൂടി മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ദിസ് പ്രോസസ് സ്റ്റാർട്ട്സ് റൈറ്റ് ഫ്രം ഹോം ആൻഡ് ഗെറ്റ്സ് സ്ട്രെങ്തൻഡ് വെൻ one receives education with a proper perspective and policy underlying it. അതുമാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു പ്രവർത്തനം നമ്മുടെ ദിസ് പ്രോസസ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഹോം, നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രക്രിയ ആരംഭിക്കുന്നത്. ശരിയായ കാഴ്ചപ്പാടും നയവും ഒക്കെ അടിസ്ഥാനമാക്കിയുള്ള നമ്മളുടെ വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്നുകൂടി ശക്തിപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത്. And one develop the capacity to appreciate the finer aspects of life than merely amazing material wealth. This a person becomes a good human being, which after all is the purpose of education. ഒരാൾ എന്ത് ചെയ്യാണ്, അയാളുടെ ജീവിതം എന്ത് ചെയ്യാണ്, ഭൗതിക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഭൗതിക സമ്പത്തുകളൊക്കെ വികസിക്കുന്നതിലൂടെ അയാൾ എന്ത് ചെയ്യാണ്, ഒന്നുകൂടി മെച്ചപ്പെട്ടു വരുന്നു. സോ അയാൾ നല്ലൊരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനായിട്ട് അയാൾ മാറുകയാണ്. എല്ലാറ്റിനും ഉപരി വിദ്യാഭ്യാസം തന്നെയാണ് അയാളെ ഇതിന് കാരണമാക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. സോ യു സീ ദാറ്റ് എഡ്യൂക്കേഷൻ പ്രിപ്പയർസ് എവറി ഇൻഡിവിജ്വൽ ടു ലീഡ് എ പർപ്പസ്ഫുൾ ആൻഡ് മീനിങ് ലൈഫ്. ഓരോ വ്യക്തിക്കും വിദ്യാഭ്യാസം ലക്ഷ്യബോധമുള്ള അർത്ഥവത്തായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ അയാളെ സജ്ജമാക്കുന്നുണ്ട്. However, it cannot be denied that the intellectual inputs equip an individual to earn his or her living. അവളെ അല്ലെങ്കിൽ അവനെ എന്ത് ചെയ്യാണ്, ഒരു ഉപജീവനത്തിനായിട്ട് അയാളെ സജ്ജനാക്കി നിർത്തുകയാണ്. അത് നമുക്ക് നിഷേധിക്കാനാവില്ല, നമുക്ക് ആ ഒരു കാര്യം. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് സ്റ്റോപ്പ് വിത്ത് ദാറ്റ്. നമ്മൾ ഒരിക്കലും അതെന്ത് ചെയ്യരുത്, അവിടെ വെച്ച് അവസാനിപ്പിക്കരുത്. ഇറ്റ് ഷുഡ് ടീച്ച് us to cope up with the stresses and strains of modern life and enables us to lead a full life. നമ്മളുടെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ എന്ത് ചെയ്യാണ്, നേരിടാനും ഒരു നല്ലൊരു ജീവിതം നയിക്കാൻ നമ്മളെ പ്രാപ്തനാക്കാനും നമുക്ക് ഈ എഡ്യൂക്കേഷൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്, എഡ്യൂക്കേഷനിലൂടെ നമ്മുടെ ജീവിതം സമ്പാദിക്കുന്നത്, പണം സമ്പാദിക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാണ്, സ്ട്രെസ്സും അല്ലെ നമ്മുടെ ടെൻഷൻസും ഒക്കെ ഒഴിവാക്കാൻ എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിലൂടെ ഒരാൾ പ്രാപ്തനാകുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ സെക്ഷനിൽ പറയുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലോട്ട് പോവുകയാണ്. ലെറ്റ്സ് റീഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഓതേഴ്സ് വ്യൂസ് ഓൺ സ്ട്രെസ് ആൻഡ് ഹൗ ടു മാനേജ് സ്ട്രെസ്. എങ്ങനെയാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്, സ്ട്രെസ് അത് കൈകാര്യം ചെയ്യുന്നത്, അയാളുടെ വ്യൂസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്, നമ്മുടെ ഓതേഴ്സിന്റെ വ്യൂ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതും നമുക്ക് ഇതിലൂടെ നോക്കാം. Stress is nothing but mental tension or anxiety which is caused by the work at hand. നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു മാനസിക പിരിമുറുക്കമോ അല്ലെങ്കിൽ ഉത്കണ്ഠയോ മാത്രമാണെന്നാണ് നമ്മൾ കരുതുന്നത്. This happens when one is not able to deal with that work. അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു ജോലി ചെയ്യാൻ കഴിയാതെ വരികയാണ്. ഫോർ എക്സാമ്പിൾ, എ സ്റ്റുഡൻറ് ഹു ഹാസ് നോ ആപ്റ്റിറ്റ്യൂഡ് ഫോർ എ സബ്ജക്റ്റ്. ഒരു കുട്ടിക്ക് ഒരു സബ്ജക്റ്റിൽ താല്പര്യമില്ല, ഒരു ഉദാഹരണം പറയാണ്. ഈസ് കമ്പൽ ടു ടേക്ക് ഇറ്റ് either because of parental pressure or because of pressure from peer groups. ഒന്നുകിൽ ആ കുട്ടി ആ വിഷയം എടുക്കുന്നത് അല്ലെങ്കിൽ ആ വിഷയം പഠിക്കുന്നത് പാരന്റിന്റെ പ്രഷർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്സ് അവന്റെ സമപ്രായക്കാരുടെ പ്രഷർ കൊണ്ടായിരിക്കാം, ഓർ ഡ്യൂ ടു ദ പെർസീവ്ഡ് ഇമ്പോർട്ടൻസ് ഓഫ് ദ സബ്ജക്ട് ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം. വെൻ ഹി ഓർ ഷീ ഫൈൻഡ്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കോപ്പ് വിത്ത് ഇറ്റ് ആൻഡ് വാണ്ട്സ് എ ചേഞ്ച്, ദ എക്സ്റ്റേണൽ പ്രഷേഴ്സ് ഡിനൈ ഹിം ഓർ ഹെർ സച്ച് എ ചേഞ്ച്. എന്ത് ചെയ്യാണ്, അത് ഏറ്റെടുക്കാൻ അയാൾ നിർബന്ധിതനാകുന്നതോടുകൂടി, ആ കുട്ടി നിർബന്ധിതനാകുന്നതോടുകൂടി എന്ത് ചെയ്യാണ്, അവൻ ആ ബുദ്ധിമുട്ടുകൾ നേരിടാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ ആഗ്രഹിക്കാൻ അവൻ അതിനോടുകൂടി എന്ത് ചെയ്യാണ്,
ഈക്വലായിട്ട് അതിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ദിസ് സിറ്റുവേഷൻ ലീഡ്സ് ടു സ്ട്രെസ്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, അവൻ്റെ ചുറ്റും ഒരു എക്സ്റ്റേണൽ പ്രഷർ വന്നിട്ടുണ്ട്. സോ അത് അവനെ സ്ട്രെസ്സിലേക്ക് നയിക്കുകയാണ്. നോ വർക്ക് ഈസ് ഡൺ വെൽ. ഒരു ജോലിയും അവന് നന്നായിട്ട് ചെയ്യാൻ കഴിയില്ല. വെൻ വൺസ് മൈൻഡ് ഈസ് അണ്ടർ സ്ട്രെസ്. അവൻ്റെ മനസ്സാകെ സ്ട്രെസ്, സമ്മർദ്ദത്തിലാകുകയാണ് ചെയ്യുന്നത്. അയാൾ സമ്മർദ്ദത്തിലാകുമ്പോൾ നമുക്കും തന്നെ അല്ലേ, നമ്മളൊരു സമ്മർദ്ദത്തിലായിരിക്കുന്ന സമയത്ത് നമുക്കും ഒരു ജോലിയും ചെയ്യാൻ കഴിയാതെ വരും. ഗ്രാജുവലി ദിസ് ഡിഫറൻസ് ലീഡ്സ് ടു എ ഫീലിംഗ് ഓഫ് ഇൻഫീരിയോറിറ്റി. അവസാനം ഈ ഒരു ഫീലിങ്സുകളൊക്കെ എന്ത് ചെയ്യണം, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലോട്ട് നയിക്കുകയാണ്. ഒരു പേഴ്സൺ എന്ത് ചെയ്യണം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധത്തിലേക്ക് നയിക്കും. സക്കംസ് ടു സ്ട്രെസ്. This leads inefficiency, loss of interest, and above all to total breakdown, physical, mental, emotional, and moral. ഇത് ആ ഒരു ഇമോഷണൽ എന്ത് ചെയ്യാണ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് നയിക്കുന്നതോടുകൂടി ഇൻഎഫിഷ്യൻസി, അവനൊരു കാര്യക്ഷമത ഇല്ലാതാവാണ്. ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, താല്പര്യക്കുറവ് വരികയാണ്. എല്ലാറ്റിനും ഉപരി അവൻ്റെ ശാരീരികമായും മാനസികമായും വൈകാരികമായും ധാർമ്മികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും തകർച്ചയിലേക്ക് അത് നയിക്കുക കൂടി ചെയ്യും. Therefore, the moment one notices that one is stressed, ഇനി അതുകൊണ്ട് തന്നെ ഒരാൾ അയാളുടെ സ്ട്രെസ് അനുഭവിക്കുന്നു, അയാളുടെ ജീവിതത്തിൽ അയാൾ സ്ട്രെസ് അനുഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മുടെ ശ്രദ്ധയിൽ വരികയാണെങ്കിൽ, വൺ ഈസ് നോട്ട് ഏബിൾ ടു കോപ്പ് വിത്ത് വർക്ക്, സ്റ്റഡീസ്, പ്രോബ്ലംസ് എക്സെട്ര. അയാളുടെ പ്രശ്നങ്ങൾ കൊണ്ട് അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റാതെ വരിക, പഠിക്കാൻ കഴിയാതെ വരിക, അങ്ങനെയൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ the first step one should take is to find out the cause of the problem with a calm and cool mind. നമ്മൾ വളരെ ശാന്തതയോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, കൂൾ മൈൻഡോട് കൂടിയിട്ട് നമ്മൾ എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. ആദ്യം one should take a break and allocate time to analyze where one went wrong. അയാളുടെ തെറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്രേക്ക് എടുത്തുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇഫ് വൺ ഈസ് നോട്ട് ഏബിൾ ടു ഡു this on his or her own, one should not hesitate to get the help of someone who can help. ചിലപ്പോൾ എന്ത് ചെയ്യും, അയാൾക്ക് മറ്റൊരാൾ സഹായിക്കാൻ ചെല്ലുകയാണെങ്കിൽ അത് അയാൾക്ക് വലിയൊരു ആശ്വാസമായിട്ട് മാറുമോ. അപ്പം നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ ഒരാൾക്ക് സഹായം വേണമെങ്കിൽ ആ സഹായം കൊടുക്കാൻ നമ്മൾ മടിക്കാൻ ചെയ്യരുത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ സഹായം തേടാൻ മടിക്കുകയും അരുത്. നമ്മളുടെ ബലഹീനതകൾ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. വീക്ക്നെസ്സുകൾ, ഡെഫിഷ്യൻസി അല്ലേ, നമ്മുടെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല തുറന്ന മനസ്സോടുകൂടി സത്യസന്ധനായിട്ട് തന്നെ നമ്മൾ അവർക്ക് മുന്നിൽ നിൽക്കണം. ഇറ്റ് ഈസ് ബെറ്റർ ടു ഷെയർ എ പ്രോബ്ലം ആൻഡ് ഫൈൻഡ് എ സൊല്യൂഷൻ ടു ഇറ്റ് ദാൻ സ്ട്രഗിൾ വിത്തൗട്ട് റിസൾട്ട് ആൻഡ് ഫീൽ മിസറബിൾ. നമ്മൾ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടുകൊണ്ട് അതിനോട് പോരാടി ദുഃഖം അനുഭവിക്കുന്നതിലും നല്ലത് എന്താണ്, ഒരു പ്രശ്നം പങ്കുവെച്ച് അതിന് പരിഹാരം കാണുക തന്നെയാണ്. To see that pressure or tension does not build up and haunt a person, one should program one's work. ഈ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ പ്രഷർ, ടെൻഷൻ ഇത് ഒരാളെ വേട്ടയാടുന്നില്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യും, അയാൾ ഒരു ജോലിയിലേക്ക് ഏർപ്പെടുകയാണ്. വൺ ഷുഡ് ടേക്ക് അപ്പ് എ ടാസ്ക് വിച്ച് ഈസ് വിത്തിൻ വൺസ് കപ്പാസിറ്റി ആൻഡ് ഫൈൻഡ് ഔട്ട് ആൻ എസ്സേ വേ ടു അക്കംപ്ലിഷ് വൺസ് ഗോൾ. ആ ഒരു തൻ്റെ കഴിവിനുള്ള ഒരു ജോലി ഏറ്റെടുക്കുകയും ആ ലക്ഷ്യം കൈവരിക്കാനുള്ള എളുപ്പ വഴി കണ്ടെത്തുകയും ചെയ്യും അയാൾ. ദെൻ ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ഇഫ് വൺ ഹാസ് എ കാം ആൻഡ് ബാലൻസ്ഡ് മൈൻഡ് ആൻഡ് ലോട്ട്സ് ഓഫ് പേഷ്യൻസ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് നല്ല ശാന്തമായിട്ടുള്ള മനസ്സും ധാരാളം ക്ഷമയും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അയാൾക്ക് ആ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് ആ ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. One must first complete the task which one finds comparatively easier to do. This will promote self-confidence. Development of self-confidence leads to an improved perspectives. അയാളെ അത് ചെയ്യാൻ അയാൾക്ക് എന്താണ്, ആ ഒരു ആത്മവിശ്വാസമാണ് അയാൾക്ക് വേണ്ടത്. ആ ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിലൂടെ അയാൾ എന്ത് ചെയ്യാണ്, നല്ലൊരു കാഴ്ചപ്പാടുള്ള ഒരാളായിട്ട് മാറും. സോ നമ്മൾ എന്ത് ചെയ്യണം, ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക തന്നെ വേണം. കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങളെ നമുക്ക് നേരിടാനും അത് പരിഹരിക്കാനും അല്ലെങ്കിൽ ഒരാളെ പ്രാപ്തനാക്കാനും ഒക്കെ നമുക്ക് എന്താണ്, ആത്മവിശ്വാസം കൂടിയേ തീരൂ. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും നമുക്ക് മുന്നിൽ ഉണ്ടാവില്ല.
സോ നമ്മൾ ആ തിരിച്ചറിവോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, ഓരോ സ്ട്രെസ്സിനെയും അല്ലെങ്കിൽ ഓരോ സമ്മർദ്ദത്തെയും നമ്മൾ ആ നേരിടുകയും അത് ഓട്ടോമാറ്റിക്കലി സ്ട്രെസ് വിൽ ഓട്ടോമാറ്റിക്കലി വാനിഷ്. അപ്പോൾ എന്ത് ചെയ്യും, ആ സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി ഇല്ലാതാവുകയും റിമൂവ് ചെയ്യുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നിന്ന്. Another reason that causes stress in today's world is an urge to reach the top and be successful. ഇന്നത്തെ ലോകത്ത് ഈ സ്ട്രെസ്സിന് കാരണമാകുന്ന പലതരം ഘടകങ്ങളും ഉണ്ട്. This rat race is often prompted by greed and jealousy rather than by an estimation of one's own abilities. നമ്മൾ എന്ത് ചെയ്യാണ്, അത്യാഗ്രഹവും അസൂയൊക്കെ അല്ലേ പല മത്സരങ്ങളിലും നമ്മൾ കാണാറുണ്ട്. സോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് ഒരുപാട് കുറയും. ഇഫ് ambition is not supported or complemented by suitable ability or capacity, it leads to failure, thus creating negative feelings and undesirable attitudes. അങ്ങനെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സുകളും നമ്മളുടെ ആറ്റിറ്റ്യൂഡുകളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ കളയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മളിൽ ഉണ്ടാവുന്ന ദേഷ്യം അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കളയുക തന്നെയാണ് വേണ്ടത്. അങ്ങനെയുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയും. Often actions taken in a fit of anger leads to clashes, quarrels and disputes which cause problems not only to the individual but to his family and friends also. ഒരു വ്യക്തിക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് അതുവഴി ചെയ്യുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു വ്യക്തി ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് നന്നായി അല്ലെങ്കിൽ അയാളുടെ സ്ട്രെസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തന്നെ ആണെങ്കിലും അതിൻ്റെ ഉറവിടം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മുക്തനാവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മളും നമ്മുടെ ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ എന്ത് ചെയ്യാണ്, അതിൽ അകപ്പെടുകയാണ് ചെയ്യുക. Change of work now and then makes one feel refreshed. It is here that hobbies play a very important role in shaping one's personality. ഇടയ്ക്കിടയ്ക്ക് ജോലി മാറ്റുന്നത്, ജോലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, അത് അയാളെ ഒരു റിഫ്രഷ്മെന്റ് അയാൾക്ക് കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് ഹോബീസ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് വൺസ് പേഴ്സണാലിറ്റി. ഒരാളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ അയാളുടെ ഹോബികൾ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. എ ലോങ് സ്റ്റിൻറ്റ് ഓഫ് മെൻ്റൽ വർക്ക് ഷുഡ് ബി ഫോളോഡ് ബൈ സം ഫിസിക്കൽ വർക്ക് വിച്ച് വിൽ റെഡ്യൂസ് ദ പ്രഷർ ഓൺ മൈൻഡ് ആൻഡ് ഇംപ്രൂവ് വൺസ് മെൻ്റൽ എഫിഷ്യൻസി. ലിസണിങ് ടു മ്യൂസിക് വിച്ച് വൺ ലൈക്സ്, taking a long walk in a congenial environment and pursuing a hobby of one's choice are some of the easier and simpler means to avoid the evil effects of stress. നമ്മൾ പറഞ്ഞു, ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ അയാളുടെ ഹോബികൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത്. മാനസികമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരുപാട് നേരം ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ തളരും അല്ലേ. അപ്പോൾ ശാരീരിക ജോലികൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ തളർച്ച വരാറുണ്ട്. അപ്പം നമ്മുടെ മൈൻഡിലെ ആ ഒരു സ്ട്രെസ് കുറയ്ക്കുക, അതുപോലെ നമ്മുടെ പ്രഷർ കുറയ്ക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് നമ്മുടെ മൈൻഡിന് റിലാക്സേഷൻ നമുക്ക് ലഭിക്കും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ട മ്യൂസിക് കേൾക്കുക, നമ്മുടെ സ്ട്രെസ്സുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണത്. മെൻ്റൽ എഫിഷ്യൻസികൾ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുക. ഒരാൾ ഇഷ്ടപ്പെടുന്ന സംഗീതം കേൾക്കുക, അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന എൻവയോൺമെൻറ്റിലൂടെ ഒരുപാട് നേരം നടക്കുക, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഹോബികൾ പിന്തുടരുക. ഇതൊക്കെ എന്ത് ചെയ്യാണ്, നമ്മുടെ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് എന്ത് ചെയ്യാണ്, ഒഴിവാക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കഴിയും. ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അതിനു വേണ്ടി ചെയ്യുകയാണെങ്കിൽ. ദെൻ സെക്ഷൻ 3 പോകാൻ നമുക്ക് നന്നായിട്ട് വായിക്കണം. എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം, എന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. പാഠഭാഗം നന്നായിട്ട് വായിക്കണം. സെക്ഷൻ 3 നോക്കൂ. We have so far seen how to manage stress. Let us now find out what the author suggests about doing the right things at the right time. That is managing time so that we are not stressed. സമ്മർദ്ദം എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത്, അല്ലെങ്കിൽ സ്ട്രെസ് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത് നമ്മൾ ഇപ്പം നോക്കി. ശരിയായ സമയത്ത് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നത്
ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ ലഭിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പം നമ്മൾ സമ്മർദ്ദം അല്ലെങ്കിൽ ഈ സ്ട്രെസ് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. Removal of stress by itself will not lead to unqualified success unless there is an efficient utilization of time at one's disposal. സമയത്തിന്റെ കാര്യക്ഷമമായിട്ടുള്ള വിനിയോഗം അത് ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഈ സ്ട്രെസ് ഒഴിവാക്കാൻ നമുക്ക് എന്താണ് കഴിയില്ല. അത് നമ്മൾ എന്ത് ചെയ്യില്ല, വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ നമ്മളെ കൊണ്ട് ആ ഒരു സമയത്ത് കഴിയില്ല. ഇൻ ആൻ എക്സ്ട്രീംലി കോമ്പറ്റേറ്റീവ് വേൾഡ്, വൺ ഹൂ മാനേജസ് വൺസ് ടൈം എഫിഷ്യൻ്റ്ലി സ്കോർസ് ഓവർ അതർ ഹൂ ടോണ്ട്. We should understand that time is precious and valuable, and we should be discreet in its use. ഇനി നെക്സ്റ്റ് എന്ത് പറയുന്നു, ഒരാൾ മറ്റുള്ളവരെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നമ്മൾ എടുക്കുന്ന ആ സമയം അത് വിലപ്പെട്ടതും വാല്യുബിൾ ആണ്, പ്രീഷ്യസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ്, വിവേകമുള്ള ആളുകളായിട്ട് തന്നെ നമ്മൾ മാറും. മറ്റുള്ളവരെക്കാൾ നമ്മൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. സോ അത് നന്നായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ നല്ല ആളുകളായി തന്നെ നമുക്ക് മെച്ചപ്പെട്ട ഇംപ്രൂവ്മെന്റ് തന്നെ നമുക്ക് ഉണ്ടാകും. So, making the best use of time available to us is known as time management. And how does one do it? പരമാവധി നമ്മളത് പ്രയോജനപ്പെടുത്തണം സമയത്തെ. എങ്ങനെയാണ് സമയത്തെ ടൈം മാനേജ്മെന്റ് എന്നുള്ളത് എന്താണ്, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഓരോ കാര്യവും ചെയ്യണം. അതെങ്ങനെ ഒരാൾ ചെയ്യും? ഗെറ്റ് ഇൻ ടു ദ ഹാബിറ്റ് ഓഫ് മേക്കിംഗ് ടൈം പ്ലാൻ. ഒരു ടൈം പ്ലാൻ തയ്യാറാക്കുന്നത് നമ്മൾ ശീലമാക്കണം. എ ടൈം പ്ലാൻ ഈസ് ആൻ അഡ്വാൻസ് പ്ലാൻ ഓഫ് ഓൾ ദ ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ് ഇൻ ദ അലോട്ടഡ് ടൈം. അനുവദിച്ച സമയത്ത് ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ടൈം പ്ലാനിലോട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കണം. ദിസ് ഈസ് ഹൗ യു ക്യാൻ പ്രിപ്പയർ എ ടൈം പ്ലാൻ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു അല്ലെങ്കിൽ എന്താണ് ടൈം പ്ലാൻ തയ്യാറാക്കാൻ കഴിയുക എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കൂ. ലിസ്റ്റ് ഓൾ ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ് അറ്റ് എ സർട്ടൈൻ ടൈം. എക്സാമ്പിൾ, ഇൻ ദ മോർണിംഗ് പ്രിപ്പയറിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ഗോയിങ് ടു വർക്ക്, എക്സെട്ര. ഒരു നിശ്ചിത സമയത്ത് ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് പട്ടികപ്പെടുത്തുക. രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ എക്സാമ്പിളാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുക, ജോലിക്ക് പോകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അണ്ടർലൈൻ ഓൾ ആക്ടിവിറ്റീസ് വിച്ച് നീഡ് ടു ബി ഡൺ അറ്റ് എ ഡെഫിനിറ്റ് ടൈം. എക്സാമ്പിൾ, റീച്ചിങ് ഓഫീസ് ഓൺ ടൈം, ഡ്രോപ്പിംഗ് എ ചൈൽഡ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. അതുപോലെ നിശ്ചിത സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. എന്തൊക്കെയാണ്, കൃത്യസമയത്ത് ഓഫീസിൽ എത്തണം, അതുപോലെ കുട്ടിയെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടണം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. മേക്ക് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ദ ടൈം റിക്വയർഡ് ഫോർ വേരിയസ് ആക്ടിവിറ്റീസ്. എക്സാമ്പിൾ, കുക്കിംഗ് 40 minutes, സ്റ്റഡിയിങ് 1 hour, എക്സെട്ര. പാചകത്തിന് 40 മിനിറ്റ്, പഠനത്തിന് 1 hour എന്നിങ്ങനെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സമയം നമ്മൾ ആദ്യം കണക്കാക്കണം. അറേഞ്ച് ദ ആക്ടിവിറ്റീസ് ഇൻ ദ സീക്വൻസ് ഇൻ വിച്ച് ദേ നീഡ് ടു ബി ഡൺ. ഓരോ പ്രവർത്തനങ്ങൾക്കും ചെയ്യേണ്ട ആ ക്രമം അത് ക്രമീകരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. കീപ് ഇൻ മൈൻഡ് ദ ഷെഡ്യൂൾ ഓഫ് അതർ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് മേക്ക് നെസസറി അഡ്ജസ്റ്റ്മെന്റ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. മറ്റ് കുടുംബാംഗങ്ങളുടെ ഒക്കെ ഷെഡ്യൂളുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യാണ്, മാറ്റം വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യാണ്, ആ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയും വേണം. Once you have listed out your priorities, write them down. This is your time plan. നിങ്ങളുടെ മുൻഗണനയ്ക്ക് എന്ത് ചെയ്യാണ്, മുൻതൂക്കം കൊടുത്തുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്. ഇത് നിങ്ങളുടെ ടൈം പ്ലാൻ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ദെൻ നെക്സ്റ്റ് എന്താണ് പറയുന്നത്, however you should remember the following points while making your time plan. എന്നിരുന്നാലും നിങ്ങളുടെ ഈ ഒരു ടൈം പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. There should be enough time for rest and entertainment. നമ്മുടെ എന്റർടൈൻമെന്റിനും റെസ്റ്റിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, മതിയായ സമയം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. ദ പ്ലാൻ ഷുഡ് ബി പ്രാക്ടിക്കൽ, ഫീസിബിൾ ആൻഡ് റിയലിസ്റ്റിക്. നമ്മുടെ ഈ ഒരു പ്ലാൻ എന്താണ്, പ്രായോഗികമായിട്ടുള്ളതും ഒരു യാഥാർത്ഥ്യബോധം റിയലിസ്റ്റിക് ആയിട്ടുള്ളതുമായിട്ടുള്ള
ഒരു പ്ലാൻ ആയിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. ഓൾ ഗ്രേറ്റ് മെൻ ഹു അച്ചീവ്ഡ് ഗ്രേറ്റ്നെസ് ആൻഡ് ഗ്ലോറി were people who were aware of the value of time. Time was precious to them. When others were in idling away and wasting their time, great men put it to good use to meet the challenges of life and achieve success. It follows, therefore, that one should have a program and a schedule for it so that the objectives are achieved. Such programs should be in conformity with one's skills and mental and physical capacities. It is only then that one will be free from stress or tension. നമ്മൾ all great men who achieved greatness and glory were people who were aware of the value of time. മഹാന്മാരായിട്ടുള്ള ആളുകൾ അല്ലേ, അവരെന്ത് ചെയ്യാണ്, സമയത്തിൻ്റെ മൂല്യം അറിഞ്ഞുകൊണ്ട് മുന്നേറിയ ആളുകളാണ്. ടൈം വാസ് പ്രീഷ്യസ് ടു ദം, അവർക്ക് സമയം എന്ന് പറയുന്നത് വിലപ്പെട്ടതായിരുന്നു. വെൻ അതേഴ്സ് വേർ ആഡ്ലിംഗ് അവേ ആൻഡ് വാസ്റ്റിംഗ് ദെയർ ടൈം, മറ്റുള്ളവർ അലസമായിട്ട് സമയത്തെ പാഴാക്കുന്ന സമയത്ത് അവർ അവരുടെ സമയം എന്ത് ചെയ്തു, വിജയം നേടാൻ വേണ്ടിയിട്ട് അവരത് ഉപയോഗിച്ചു. ഇറ്റ് ഫോളോസ് therefore that one should have a program and a schedule for it so that objectives are achieved. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ അയാൾ അതിനു വേണ്ടി ഒരു ഷെഡ്യൂൾ തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. സോ അയാൾ എന്ത് ചെയ്യും, അയാളുടെ ലക്ഷ്യം അച്ചീവ് ചെയ്യും. സച്ച് പ്രോഗ്രാം ഷുഡ് ബി ഇൻ കൺഫോമിറ്റി വിത്ത് വൺ സ്കിൽ ആൻഡ് മെന്റൽ ആൻഡ് ഫിസിക്കൽ കപ്പാസിറ്റീസ്. അത്തരം പരിപാടികൾ അയാളുടെ കഴിവുകളെയും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളായിരിക്കണം അയാൾ എന്ത് ചെയ്യേണ്ടത്, ഷെഡ്യൂൾ ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ഓൺലി ദെൻ ദാറ്റ് വൺ വിൽ ബി ഫ്രീ ഫ്രം സ്ട്രെസ് ഓർ ടെൻഷൻ. അപ്പോൾ മാത്രമേ അയാൾക്ക് സമ്മർദ്ദത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്ട്രെസ്സിൽ നിന്ന് അല്ലെങ്കിൽ ടെൻഷനിൽ നിന്ന് അയാൾക്ക് മുക്തനാവാൻ കഴിയുകയുള്ളൂ. ഇതാണ് നമ്മളുടെ ഈ ഒരു പാഠത്തിന്റെ സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ പാഠഭാഗം നന്നായിട്ട് വായിക്കണം, അർത്ഥം മനസ്സിലാക്കണം, എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ വേണം. സ്ട്രെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം എന്ന് പറയുന്നുണ്ട്, എഡ്യൂക്കേഷനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് 2 ടോപ്പിക്കിനെ പറ്റിയും നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് പരീക്ഷയ്ക്ക് അതിനനുസരിച്ച് തന്നെ പ്രിപ്പയർ ചെയ്യുകയും വേണം. ക്വസ്റ്റ്യൻ ആൻസറുകൾ ശ്രദ്ധിക്കണം, നോട്ട്സുകൾ കൂടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം വായിച്ച് നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ. ഓക്കെ, താങ്ക് യു.